നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ബ്രാ ഫെൻസ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ ദേ നമുക്കിപ്പോൾ കാണാം. സോ എല്ലാവർക്കും വെൽക്കം ടു മൈ ട്രാവൽ റീൽസ്. ന്യൂസിലൻഡിലെ സൗത്ത് ഐലൻഡിലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇതിൻ്റെ ഒരു ഡിസ്റ്റിലറി ഉണ്ട് ഇവിടെ, ഒരു മ്യൂസിയം ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരാണ് കാഡ്രോണ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഈ ഡിസ്റ്റിലറി മ്യൂസിയം കൊണ്ടല്ല ഇവിടെ ഫേമസ്. ഈ സ്ഥലം ഫേമസ് ആയിരിക്കുന്നത് ഈ ഫെൻസ് കൊണ്ടാണ്. ഈ ഫെൻസ് കണ്ടോ, ഈ ഫെൻസിൽ നിറച്ച് ബ്രാസ് തൂക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫെൻസിനെ നമ്മൾ ബ്രാ ഫെൻസ് എന്നാണ് ഇവിടെ വിളിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഫോം ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു 4 ബ്രാസാണ് ഇവിടെ ആദ്യം തൂക്കിയിട്ടിരുന്നത്. അതെങ്ങനെ വന്നു എന്നോ ആര് തൂക്കിയിട്ടതാണെന്നോ എന്തായിരുന്നു എൻ്റെ ഉദ്ദേശമെന്നൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ 4 എണ്ണമാണ് ആദ്യം അവിടെ തൂങ്ങിക്കിടന്നിരുന്നത്. പിന്നെ അത് ഡേയ്സ് കഴിയും തോറും അതിൻ്റെ നമ്പേഴ്സ് കൂടി. ഇതിൻ്റെ നമ്പേഴ്സ് കൂടും തോറും അതിൻ്റെ പോപ്പുലാരിറ്റി ഭയങ്കരമായിട്ട് കൂടി. ഇവിടുത്തെ പേപ്പറിലൊക്കെ ഭയങ്കര ന്യൂസായിരുന്നു. ഇങ്ങനെ ഒരു ഫെൻസും അതിനകത്തുള്ള ബ്രാസിൻ്റെയൊക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു. പിന്നെ ഇതിപ്പോൾ ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. ഇപ്പോൾ സൗത്ത് ഐലൻഡിൽ ഈ വനാക്ക എന്ന് പറയുന്ന ഒരു ലേക്ക് ഉണ്ട്. ആ ലേക്കിലേക്ക് പോകുന്ന റൂട്ടിലാണിത്. അപ്പോൾ അവിടേക്ക് ഒരുപാട് ടൂറിസ്റ്റ് വന്ന് കാണുന്നുണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഒരു ഡൊണേഷൻ ബോക്സ് വെച്ചിട്ടുണ്ട്. ഇത് വച്ചിരിക്കുന്നത് ബ്രസ്റ്റ് ക്യാൻസർ ഫൗണ്ടേഷനാണ്. അപ്പം ഞാൻ വായിച്ചപ്പോൾ അറിഞ്ഞതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഒരു ക്യാമ്പയിൻ നടത്തി ഇവർ ബ്രസ്റ്റ് ക്യാൻസർ ഫൗണ്ടേഷൻകാരോടൊരു ക്യാമ്പയിൻ നടത്തി, ഫണ്ട് റേസിങ് ക്യാമ്പയിൻ. ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നവർക്ക് ഒരുപാട് പൈസ ഫണ്ട് റേസിങ് കിട്ടിയെന്നാണ് അറിഞ്ഞത്. ഏതായാലും ഇത് ശരിക്കും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ്. പിന്നെ ഞാൻ വായിച്ചറിയാൻ കഴിഞ്ഞാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിനകത്ത് ഒരുപാട് പേര് എതിർക്കുന്നുണ്ടായിരുന്നു, ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ കൗൺസിൽ ഇത് എടുത്തു മാറ്റി ഒരു പ്രാവശ്യം. ഇത് കംപ്ലീറ്റ് ക്ലിയർ ചെയ്തു. കാരണം ഇത് റോഡ് സൈഡിലായതുകൊണ്ട് ഡ്രൈവേഴ്സിൻ്റെ കോൺസെൻട്രേഷൻ തെറ്റും, പിന്നെ ഇതൊരു ഹസാർഡായിട്ടൊക്കെ കരുതിയിട്ട് എടുത്ത് മാറ്റി. പക്ഷെ അത് വീണ്ടും ഇവരെല്ലാം കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. പിന്നെ അവരെനിക്ക് തോന്നുന്നു ഇനി എടുത്ത് മാറ്റില്ല എന്ന് തോന്നുന്നു. പിന്നെ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ ഡൊണേറ്റ് ചെയ്ത്, അതായത് ഈ ബ്രാസ് ഇവിടെ തൂക്കിയിട്ട ഡേറ്റ്സും, പിന്നെ അത് കൂടാതെ കുറേ മെസ്സേജസ് ഒക്കെ ഉണ്ട് കേട്ടോ. കാരണം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്ര ക്ലിയർ അല്ല, കാരണം എനിക്കതിന് മഴ പെയ്തിട്ടും വെയിലൊക്കെ കൊണ്ട് കിടക്കുന്ന കാരണം കുറേയൊക്കെ ഫെയ്ഡായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ന്യൂസിലൻഡിലത്തെ ബ്രാ ഫെൻസ്.